കൊച്ചിയുടെ ഹൃദയത്തിൽ തോപ്പുംപടിയെ ഒരു പുതിയ രുചിലോകം നിങ്ങൾക്കായിതാ ബനാവിൽ. അവിൽ മിൽക്കിൽ ഫ്രഷ്നെസിന്റെയും ക്വാളിറ്റിയുടെയും മറുവാക്ക്. ഓർമ്മകൾ പങ്കുവെക്കാൻ, കൂട്ടുകൂടാൻ, ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം. 80-ൽ പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ. കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിലുണ്ട് കൂടെ. അവിൽ മിൽക്ക് മാത്രമല്ല, കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ഫലൂഡകളും വിവിധ തരം ഷേക്കുകളും. ഇന്ന് തന്നെ വരൂ ബനാവിൽ, PT ജേക്കബ് റോഡ്, തോപ്പുംപടി, കൊച്ചി. കാലടിയിൽ ഹെൽത്ത് പാർക്കും ഓപ്പൺ ജിമ്മും നാടിന് സമർപ്പിച്ചു. കാലടിയിൽ റോജി എം ജോൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കാലടി ടൗണിൽ ഒരുക്കിയ മനോഹര പാർക്കും ഓപ്പൺ ജിമ്മും നാടിന് സമർപ്പിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് ഒരുക്കിയ ഹെൽത്ത് പാർക്കിന്റെ ഉദ്ഘാടനം റോജി എം ജോൺ MLA നിർവഹിച്ചു. ഇത് MLAയുടെയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ MPയുടെയോ ഒന്നുമല്ല, ഇത് നമ്മുടെയാണ്. ഈ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ നികുതിപ്പണമാണ്, നിങ്ങളുടെ നികുതിപ്പണമാണ്. നിങ്ങളുടെ നികുതിപ്പണം അത് വിനിയോഗിക്കാനായിട്ടുള്ള ഒരവസരം എനിക്കുണ്ടായി എന്നേ ഉള്ളൂ. ആ അവസരം തന്നത് നിങ്ങളാണ്. അപ്പോൾ ആ അവസരം ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പണമാണ്, ഇത് നമ്മുടെ പാർക്കാണ്, നമ്മുടെ ജിമ്മാണ്. അത് ആ രീതിയിൽ കണ്ടുകൊണ്ട് ആ ഉത്തരവാദിത്തത്തോടു കൂടി ഉപയോഗിക്കാനും ഇത് പരിപാലിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് പരിശ്രമിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ വലിയൊരു എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് ശ്രീ ഷൈജൻ തോട്ടപ്പള്ളി, ഇത് ഇത്രയും വേഗം തീരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്ന ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രസിഡന്റിന് നിർബന്ധം ഉണ്ടായിരുന്നു, ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇത് പൂർത്തീകരിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന നിർബന്ധം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസി തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, സിജു കല്ലുങ്ങൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ദേവസിക്കുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ PB സജീവ്, ബിനോയ് കൂരൻ, KT എൽദോസ്, ശാന്ത ബിനു, ഷീജ സെബാസ്റ്റ്യൻ, അമ്പിളി ശ്രീകുമാർ, അംബിക ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജോയ് പോൾ, ഫാദർ മാത്യു കിളിക്കൻ, ഡോക്ടർ മാഹിൻ അഹമ്മദ് ഉസ്താദ്, റന്നി പാപ്പച്ചൻ, MN വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും നമുക്ക് വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ കായിക നടത്തുന്നതിനും ഒക്കെ വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിലെ പോകുന്ന എല്ലാ ജനങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് നമുക്കറിയാം. കാരണം ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാൻഡ് കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. അപ്പോൾ ഇതിലെ വരുന്ന എല്ലാ ജനങ്ങൾക്കും ഇതൊരു നല്ല ഉപകാരമായിരിക്കും. കാരണം എവിടെ നിന്ന് നോക്കിയാലും നമുക്കിത് കാണാൻ കഴിയുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുക. അനുഗ്രഹ വർഷമാണ് ഈ മഴ എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മുടെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഉദ്ഘാടനം, നാടുമുറിക്കലും ചില അനാസ്ഥാദനവും കഴിഞ്ഞാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മഴയും നമ്മുടെ അടുത്തേക്ക് എത്തി. എന്തായാലും ഇതുവരെ ദൈവം നമ്മോട് കൂടെ തന്നെ ആയിരുന്നു. ഇപ്പോഴും ഈ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചിലവ് ചെയ്താണ് പാർക്ക് തയ്യാറാക്കിയത്. 3 ജിം ഉപകരണങ്ങളും കുട്ടികൾക്കായുള്ള 3 കളി ഉപകരണങ്ങളും അതിമനോഹരമായ ചെറിയൊരു സ്റ്റേജും വാക്ക്വേയും ഇരിപ്പിടങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 6656 ചതുരശ്ര അടിയോളം സ്ഥലം ഗ്രാനൈറ്റും ടൈലും ഇന്റർലോക്ക് കട്ടയും വിരിച്ച് 86.4 മീറ്റർ ഹാൻഡ് റെയിലും സ്ഥാപിച്ച് ആവശ്യത്തിന് പ്രകാശ സംവിധാനം ഒരുക്കിയാണ് പാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വരുന്നവർക്ക് ഇരിക്കാനുള്ള 9 ബെഞ്ചുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാലടി.